ഹലോ വെൽക്കംസ് ടു ആമീസ് ഫാം. 7th സ്റ്റാൻഡേർഡിൻ്റെ ഹിന്ദിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇക്കായി ഏക് ഗുൽമോഹറിൻ്റെ ചാപ്റ്ററാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത് ഒരു പത്രമാണ്, ചിട്ടി, കത്താണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. കശ്യപ് നിവാസ്, ചൂഹു, മുംബൈ 4 എന്ന് പറഞ്ഞാൽ 4 മെയ് 2014. അഡ്രസ്സാണ് തന്നിരിക്കുന്നത് കേട്ടോ. ആദ്യം ഹൗസ് നെയിം കൊടുത്തിട്ടുണ്ട് കശ്യപ് നിവാസ്, പിന്നെ ചൂഹു മുംബൈ എന്നാണ്, പിന്നെ എന്താ 4 മെയ് 4-ാം ദിവസം 4-ാം തീയതി 2014 മെയ്യിൽ. ഇനി താഴെ നോക്കുക, പ്രിയ നിർമ്മൽ. നമ്മളൊരു ലെറ്ററിൽ എഴുതുമ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതാറുണ്ട് റെസ്പെക്റ്റഡ്, ഡിയർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതില്ലേ, അഭിസംബോധന ചെയ്യാം. ഇവിടെ പ്രിയപ്പെട്ട നിർമ്മൽ. ഇനി നമസ്തേ, നമസ്കാരം. परसों मेरे प्यारे गुलमोहर के पेड़ का 5वां जन्मदिन है. മറ്റന്നാൾ എൻ്റെ പ്രിയപ്പെട്ട ഗുൽമോഹറിൻ്റെ 5ാം പിറന്നാളാണ്. അപ്പോൾ ഇതിലെന്താ പർസോം എന്ന് പറഞ്ഞാൽ എന്താ, മറ്റന്നാൾ, മേരെ എൻ്റെ, പ്യാരെ പ്രിയപ്പെട്ട, ഗുൽമോഹർ വാഗപ്പ്, പേഡ് മരം, 5വാം 5ാമത്തെ, ജന്മദിൻ ബർത്ത്ഡേ ജന്മദിനം. മേം ഉസ്കി വർഷാഗാണ്ട് മനാ രഹി ഹേ. ജന്മദിൻ എന്ന് പറഞ്ഞാലും വർഷാഗാണ്ട് എന്ന് പറഞ്ഞാലും ബർത്ത്ഡേ എന്നാണ് അർത്ഥം. മനാ രഹി ഹേ ആഘോഷിക്കുന്നുണ്ട്. തും സറൂർ ആന, സറൂർ എന്ന് പറയുമ്പോൾ തീർച്ചയായും നീ വരണം. പർസോം ഷാംകോ 4:30 ബജെ, മറ്റന്നാൾ ഷാംകോ എന്ന് പറഞ്ഞ വൈകുന്നേരം 4:30 മണിക്കാണ്. ബച്ചെ എന്ന് പറഞ്ഞ ടൈം. തുമാരി മീന, നിൻ്റെ മീന. അപ്പോൾ ഇത് നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു കത്താണ്, പത്ര അല്ലെങ്കിൽ ചിട്ടി, കത്തിനെ പറയുന്നതാണ്. അത് എഴുതുന്ന ഫോർമാറ്റ് നിങ്ങൾ കണ്ടില്ലേ, അഡ്രസ്സ് എഴുതണം നമ്മൾ, അത് കഴിഞ്ഞ് പിന്നെ അഭിസംബോധന ചെയ്യണം, പ്രിയ നിർമ്മൽ എന്ന് പറയുന്ന പോലെ ചെയ്യുക. പിന്നെ നമസ്തേ, പിന്നെ നമ്മൾ എന്താണോ സബ്ജക്റ്റ് ആ സബ്ജക്റ്റ് ചോദിക്കുക, പറയുക. അത് കഴിഞ്ഞ് ലാസ്റ്റ് തുമാരി, നിൻ്റെ, തുമാരി, പെൺകുട്ടിയാണെങ്കിൽ തുമാരി, ആൺകുട്ടിയാണെങ്കിൽ തുമാര എന്നെഴുതും. ഓക്കെ, തുമാരി മീന. ഇനി നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു ടെലിഫോണിക് കോൺവെർസേഷനാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. നോക്കാം. ഹലോ നിർമ്മൽ, കൈസി ഹേ. ഹലോ നിർമ്മൽ, എന്തൊക്കെയുണ്ട്? തുമേ മേരി ചിട്ടി മിൽ ഗയി, നിനക്കെൻ്റെ കത്ത് കിട്ടിയോ? ഇസ്ലേ തോ ടെലിഫോൺ കർ രഹി ഹേ. കിട്ടി, അതുകൊണ്ടാണ് ഞാൻ, ഇസ്ലേ എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് ടെലിഫോൺ വിളിക്കുന്നത്. മുझे तुम्हारी ചിട്ടി സമജ് മേ ഹി നെഹി ആയിയേ. സമജ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുക. അപ്പോൾ സമജ് മേ നെഹി എന്ന് പറയുമ്പോൾ മനസ്സിലായില്ല, നിൻ്റെ കത്തിൽ നിന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. കിസ്കാ ജന്മദിൻ ഹേ, ആരുടെ ജന്മദിനമാണ്? അരേ ലിക്കാ തോദാ ചിട്ടി മേം ഹമാരെ ഗുൽമോഹർ കെ പേഡ് മേം. ചിട്ടിയിൽ എഴുതിയിട്ടുണ്ടല്ലോ, ലിക്ക എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ടല്ലോ, ഗുൽമോഹറിൻ്റെ ജന്മദിനമാണെന്ന്. ഗുൽമോഹർ കെ പേഡ് കാ, ഗുൽമോഹർ മരത്തിൻ്റെയോ? അരേ കോയി പേഡ് കാ ബി ജന്മദിൻ മനാത്ത ഹേ. ആരെങ്കിലും ഒരു ജന്മദിനം എന്നുവെച്ചാൽ ബർത്ത്ഡേ, ഒരു മരത്തിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുമോ? തും മേരെ സാത്ത് മസാക്ക് തോ നെഹി കർ രഹി. മസാക്ക് എന്ന് പറഞ്ഞാൽ തമാശ, നീ എൻ്റെ അടുത്ത് തമാശ പറയല്ലോ. സച്ച് സച്ച് ബത്താവോ മീന, സത്യം പറയൂ മീന. സച്ച് മേ മസാക്ക് നെഹി കർ രഹി ഹേ, സത്യം ഞാൻ തമാശ പറയല്ല. പർ പേഡ് ക ജന്മദിൻ ക്യോ മനാ രഹി ഹേ, പക്ഷെ എന്തിനാണ് നീ മരത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത്? ഇസ്കി ഏക് കഹാനി ഹേ, അതിന് ഒരു കഥയുണ്ട്. കഹാന്ന് വെച്ചാൽ കഹാനി എന്ന് പറയുമ്പോൾ കഥയുണ്ട്. ബസ് തും സറൂർ ആന, നീ തീർച്ചയായും വരണം. മേം തുംഖെ സാരി കഹാനി ബത്താ ദൂങ്കി, ഞാൻ നിന്നോട് സാരി കഹാനി എന്ന് പറയുമ്പോൾ എല്ലാ കഥയും പറഞ്ഞു തരാം. അച്ഛാ സരൂർ ആയെങ്കിൽ, ശരി ഞാൻ വരാം. ഗുൽമോഹർ കാ ജന്മദിനം, ഗുൽമോഹറിൻ്റെ ജന്മദിനം. സന്തോഷ് സാഹ്നി, അത് എഴുതിയ ആളാണ് കേട്ടോ. ചഹ് മെയ് കി ശ്യാം मीना के घर के बगीचे में गुलमोहर के पेड़ के नीचे एक दरी बिछी है. മെയ് 6-ാം തീയതി വൈകുന്നേരം മീനയുടെ വീട്ടിലെ പൂന്തോട്ടത്തിലെ ഗുൽമോഹറിൻ്റെ താഴെയായിട്ട് ഒരു പരവതാനി വിരിച്ചിട്ടുണ്ട്. ശ്യാം എന്ന് പറഞ്ഞ വൈകുന്നേരം, ബഗീജെ പൂന്തോട്ടം, പേട് മരം, നീച്ചെ താഴെ, ദരി എന്ന് പറയുമ്പോൾ പരവതാനി വിരിച്ചിരുന്നു. ബിച്ചി ഹേ എന്ന് പറഞ്ഞാൽ വിരിച്ചിരുന്നു. ദരി പർ സഫേദ് ചാദർ ഹേ, ഏക് ഓർ ഗാനെ പീനെ കി ചീൻസ് രഗി ഹേ. പരവതാനിയുടെ മുകളിലായിട്ട് സഫേദ് എന്ന് പറഞ്ഞ വെള്ള നിറത്തിലെ, ചാന്തർ എന്ന് പറയുമ്പോൾ പുതപ്പ്, ഒരു പുതപ്പ് വിരിച്ചിട്ടുണ്ട്. അവിടെ ഗാനെ പീനെ കഴിക്കാനും കുടിക്കാനായിട്ട് ചീൻസെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. നിർമ്മൽ, ചമ്പ, കുൽവാന്ത്, പുഷ്പ, നസീം ബാനു ഓർ ഷീല ബാത്തേം കർത്തി ചലി അരഹി ഹേ. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് സംസാരിച്ചുകൊണ്ട് നടന്നു വരുന്നുണ്ട്. ബാത്തേന്ന് പറഞ്ഞാൽ സംസാരിക്കുക. സബ്കെ ഹാത്തോ മേം ഉപഹാർ ഹേ, ഉപഹാർ എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ സബ്കോ എല്ലാവരുടെയും കയ്യിൽ, ഹാത്തോ എന്ന് പറഞ്ഞാൽ എന്താ കയ്യിൽ, ഉപഹാർ ഗിഫ്റ്റ് ഉണ്ട്.
മീന ദിക്കാവോ തോ വഹ് ഗുൽമോഹർ കഹാ ഹേ. മീനോട് പറയാണ് കാണിച്ചു തന്നിട്ട് ഗുൽമോഹർ എവിടെയാണ്. നിർമ്മൽ ബോലി. നിർമ്മൽ പറഞ്ഞു അല്ലെങ്കിൽ ചോദിച്ചു. आवो आवो यह देखो. मीना ने बगीचे में उन्हें गुलमोहर का वृक्ष दिखाया. ആവോ ആവോ. മീന അവരെ വിളിക്കുകയാണ്. വായോ വന്ന് നോക്കൂ. ആ പൂന്തോട്ടത്തിലുള്ള ആ ഗുൽമോഹർ എന്ന വൃക്ഷത്തെ മീന കാണിച്ചു കൊടുത്തു. കോമൽ കോമൽ പത്തിയോം വാലെ ഏക് സുന്ദർ വൃക്ഷ്. പത്ത അല്ലെങ്കിൽ പത്തി എന്ന് പറയുമ്പോൾ ഇല എന്നർത്ഥം. അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇലകളുള്ള ഒരു സുന്ദരമായ വൃക്ഷം. പത്തിയോം കെ ബീച്ച് മേം സെ ലാൽ ഓർ കേസരിയ രംഗ് കെ സുന്ദർ ഫൂൾ ജാങ്ക് രഹേ ഹേ. ഇലകൾക്കുള്ളിൽ നിന്ന് ബീച്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ലാൽ എന്ന് പറഞ്ഞാൽ റെഡ് കളറിലുള്ള അല്ലെങ്കിൽ കസരിയ എന്ന് പറയുമ്പോൾ കുങ്കുമ കളറിലുള്ള ആ പൂക്കൾ, സുന്ദരമായ പൂക്കൾ ജാങ്ക് എന്ന് പറഞ്ഞാൽ എത്തി നോക്കി. മാനോ മീന കെ സഹലിയോം. സഹലിയോം എന്ന് പറയുമ്പോൾ കൂട്ടുകാരെ. കുദേക്കർ ധീമേ ധീമേ മുസ്കറ രഹി ഹേ. അപ്പോൾ ഈ കൂട്ടുകാരെ കണ്ടിട്ട് ധീമേ ധീമേ മെല്ലെ മുസ്കറ പുഞ്ചിരിച്ചു. മീന കെ സഹലയോം ഉസ്കെ ഗർ പഹൂഞ്ചെ. അപ്പോൾ മീനയുടെ കൂട്ടുകാർ അവളുടെ വീട്ടിൽ എത്തി. പഹൂഞ്ചെ എത്തി. ബഗീച്ചയ്ക്ക് സാമനെ എക് പോസ്റ്റർ ലഗായ ദാ. അപ്പോൾ ആ പൂന്തോട്ടത്തിൻ്റെ അവിടെ ഒരു പോസ്റ്റർ കണ്ടു. വഹ് പോസ്റ്റർ കൈസേ ഹോങ്ക. ആ പോസ്റ്റർ എങ്ങനെയായിരിക്കും. അപ്പോൾ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ അതിൽ വേണ്ട കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഗുൽമോഹറിൻ്റെ പിറന്നാളിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ സ്ഥലം, താരീഖ് ഡേറ്റ്, സമയം, പിന്നെ ആകർഷകമായിരിക്കണം. 2 ടൈപ്പ് ഓഫ് പോസ്റ്ററാണ് നമുക്ക് വരിക. ഒന്ന് സന്ദേശങ്ങൾ കൊടുക്കുന്ന പോസ്റ്റർ ആയിരിക്കും. രണ്ടാമത് എന്തെങ്കിലും ഒരു ഇനൗഗ്രേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ കാര്യം, ഡേറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. വർഷാഗാണ്ട് സമാരോഹ്, പിറന്നാൾ ആഘോഷം. ഖൂബ്സൂരത് എന്ന് പറയുമ്പോൾ ബ്യൂട്ടിഫുൾ. ഗുൽമോഹർ ക 5വാം ജന്മദിൻ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗുൽമോഹറിൻ്റെ 5ാം പിറന്നാൾ. വർഷാഗാണ്ട് എന്ന് പറഞ്ഞാലും പിറന്നാൾ. സ്ഥാൻ പ്ലേസ്. ബഗീച്ചെ മേം ഗുൽമോഹർ കെ പേഡ് കെ നീച്ചെ ജഹക് എന്ന് പറയുമ്പോൾ ഗുൽമോഹർ പൂന്തോട്ടത്തിലുള്ള ആ ഗുൽമോഹറിൻ്റെ വൃക്ഷത്തിൻ്റെ താഴെയായിട്ട്, നീച്ചെ എന്ന് പറഞ്ഞാൽ താഴെയായിട്ട്. താരീഖ് ഡേറ്റ്. ചഹ് മെയ് 14 മെയ് 6 2014. സമയം ശ്യാം 4 ബജെ വൈകുന്നേരം 4 മണിക്ക്. സബി കാ സ്വാഗത് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അല്ലെങ്കിൽ സബ്കോ സ്വാഗത് എന്ന് എഴുതാം. ജൂൺ 5 വിശ്വ पर्यावरण ദിവസ് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ. ജന്മദിൻ കി ബതായി ഹോ ഗുൽമോഹർ. ജന്മദിന ബതായി എന്ന് പറയുമ്പോൾ ആശംസകൾ ഗുൽമോഹർ. നിർമ്മലിനെ ഹംസ്കർ കഹാ. നിർമ്മൽ എന്തു ചെയ്തു. ഹംസ്കർ എന്ന് പറഞ്ഞാൽ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മീന അബ് ബത്താവോ ഗുൽമോഹർ ക ജന്മദിൻ ക്യോ മനാ രഹി ഹെ. മീന ഇനി പറയൂ, ഗുൽമോഹറിൻ്റെ പിറന്നാൾ എന്തിനാണ് ആഘോഷിക്കുന്നത്. നിർമ്മലിനെ പൂച്ച. നിർമ്മൽ ചോദിച്ചു. യഹ് ബേച്ചാര പിछले रविवार को ही कटा जाने वाले था. മീന ബോലി. ക്യോ. ബേച്ചാര എന്ന് പറഞ്ഞാൽ പാവം. ഈ പാവത്തിനെ കഴിഞ്ഞ സൺഡേ മുറിക്കേണ്ടതായിരുന്നു. രവിവാർ എന്ന് പറയുമ്പോൾ ഞായറാഴ്ച, സൺഡേ മുറിക്കേണ്ടതായിരുന്നു. ക്യോം എന്തിനെ. ക്യോങ്കി ഇസ് പർ ഫൂൽ നെഹീം ആ രഹായതേ. എന്തുകൊണ്ടെന്നാൽ അതുമേ പൂക്കളൊന്നും ഉണ്ടായില്ല. ചക് സാൽ പഹലെ ഗർ തയ്യാർ ഹോ ജാനെ കെ ബാദ് മാംനെ ബഗീജ ലഗ്വായോ. 6 വർഷം മുമ്പ് അമ്മ വീട് പണി പൂർത്തിയാകുമ്പോഴാണ് അവിടെ ബഗീജ പൂന്തോട്ടം നിർമ്മിച്ചത്. ലഗ്വായോ വെച്ചാൽ നടുക എന്നാണ് അർത്ഥം കേട്ടോ. ഹരി ഗാസ് ലഗ്വായേ ഫൂലോം കി ക്യാരിയോം ബൻവായേ. അപ്പോൾ പച്ച പുല്ലുകൾ നട്ടുപിടിപ്പിച്ചു. അതുപോലെ പൂക്കൾക്ക് വേണ്ടിയിട്ട് ആ പൂന്തോട്ടത്തിലെ ആ ചെടികൾക്ക് വേണ്ടിയിട്ട് ഒരു പൂത്തടം നിർമ്മിച്ചു. ക്യാരിയോം ബൻവായ് എന്ന് പറയുമ്പോൾ പൂത്തടം നിർമ്മിച്ചു. അമരുദ് ആം ഓർ ഗുൽമോഹർ കെ ദോ പൗദോ ലഗ്വായേ. പേര. അമൃത് എന്ന് പറഞ്ഞാൽ പേരയുടെ, ആം എന്ന് പറയുമ്പോൾ മാവ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നെ ഗുൽമോഹറിൻ്റെ ഈ 3 ചെടികളുടെയും 2 ദോദോ എന്ന് പറയുമ്പോൾ 2 എണ്ണം വീതം അവർ തൈകൾ അവിടെ വെച്ച് നട്ടു. ഏക് മേം സെ ലാൽ ഓർ ദൂസരേ മേം സെ പീലെ രംഗ് കെ ഫൂൽ നിക്കൽനെ ചാഹിയതേ. ഒരെണ്ണത്തുമേ ലാൽ എന്ന് പറയുമ്പോൾ ചുവപ്പ്, പിന്നെ വേറെ രണ്ടാമത്തെ ദൂസരേ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മഞ്ഞപ്പൂക്കളും ഉണ്ടായി. पेड़ लगने के कुछ साल बाद एक मेम से पीले रंग के फूल निकल आए. അപ്പോൾ വൃക്ഷം വെച്ചതിന് ശേഷം, മരം വെച്ചതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു ചെടിയിൽ നിന്ന് മഞ്ഞപ്പൂക്കൾ വന്നു. പക്ഷെ 4 വർഷമായിട്ടും ലേക്കിൻ ഇസ് പേഡ് പർ 14 സാൽ ബി ഫൂൽ നെഹിയായി. 14 സാൽ എന്ന് പറഞ്ഞാൽ 4 വർഷമായിട്ടും ഈ ചെടിയുമേ പൂക്കളൊന്നും ഉണ്ടായില്ല. അച്ഛാ തോഫിർ നിർമ്മലിനെ പൂച്ച. അപ്പോൾ നിർമ്മൽ ചോദിച്ചു, ഓക്കെ എന്നിട്ടോ എന്ന് ചോദിച്ചു. തോഫിർ എന്ന് പറഞ്ഞാൽ എന്നിട്ടോ എന്ന് ചോദിച്ചു. മാം നെ കഹാ ഇസ് പേഡ് കോ കട്ട്വാക്കർ ദൂസരെ ലഗ്വാത്തെ ഹേ. അപ്പം അമ്മ പറഞ്ഞു, ഈ മരം മുറിച്ചിട്ട് വേറൊരു മരം നമുക്ക് നടാം പറഞ്ഞു. പർ മേം ഇസ് പേഡ് കോ ബഹുത് ജാഗ്തി ഹേ.
എന്നാൽ ഈ മരത്തിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. मैं सोचती इस पेड़ पर फूल तो नहीं आइए मगर इसके पत्ते और इसकी टालोം कितनी सुंदर है. അപ്പോൾ അവൾ ചിന്തിക്കുകയാണ് എന്ത്, ഇതിൽ നിന്ന് പൂക്കളൊന്നും ഉണ്ടായില്ലെങ്കിലും മഗർ എന്നാൽ ഇസ്കെ പത്തേ എന്ന് പറഞ്ഞാൽ ഇലയും അതുപോലെ തന്നെ ടാലയും ചില്ലകളും എത്ര സുന്ദരമാണെന്ന് അവൾ ചിന്തിച്ചു. കിത്നി ടണ്ടി ടണ്ടി ചായ ദേത്തി ഹേ और मेरे कमरे के खिड़की से യഹ് കിത്ന അച്ഛാ ലഗ്ത ഹേ. എത്ര ടണ്ടി തണുത്ത ഒരു തണലാണ് തരുന്നത്. അത് മാത്രമല്ല എൻ്റെ മുറിയുടെ ജനാല കൂടെ നോക്കുമ്പോൾ എത്ര ഭംഗിയിലാണ് നിൽക്കുന്നത്. മേം സോച്ചത്തി ഇസ് പേട് പർ ഏക് ന ഏക് ദിൻ സറൂർ ഫൂൾ ആയെങ്കിൽ. അപ്പോൾ അവൾ ചിന്തിച്ചു എന്താണ്, ഒരു ദിവസം എന്തായാലും സറൂർ തീർച്ചയായും ഇതിൽമേ പൂക്കളുണ്ടാവും. മാം നെ പക്ക ഫൈസല ലിയേ ദാ പേട് കട്ടുവാനേ കാ. അപ്പോൾ അമ്മ ഉറച്ച തീരുമാനം, പക്ക എന്ന് പറയുമ്പോൾ ഉറച്ച തീരുമാനം, ഫൈസല തീരുമാനം എടുത്തു. എന്താണ്, ഈ മരം എന്തായാലും മുറിക്കണമെന്ന്. മേംനെ മാം സെ ബഡേ പ്യാർ കെ കഹ. അമ്മോട് ഒരുപാട് സ്നേഹത്തിൽ പറഞ്ഞു. കഹ എന്ന് പറഞ്ഞാൽ പറയുക. മാം അഗർ അഗലി ഗർമി മേം ബി ഇസ് പർ ഫൂൽ ന ആയിയെ തോ ആപ് ബേഷക് ഇസ് കട്ടുവാ ദേച്ചിയെ. അടുത്ത വേനലിൽ ഇതിൽമേ, ബേഷക് എന്ന് പറയുമ്പോൾ നിസ്സംശയം, ഇതിൽമേ ഒരു പൂക്കളും ഉണ്ടായിട്ടില്ലെങ്കിൽ അമ്മ നിസ്സംശയം ഇത് വെട്ടിക്കളഞ്ഞോളൂ എന്ന് പറഞ്ഞു. മേം ചുപ്കെ ചുപ്കെ ഇസേ കുച്ച് ഓർ പാനി ദേ ദേത്തി. അപ്പോൾ ആരോട് ചുപ്കെ എന്ന് പറയുമ്പോൾ ആരോടും പറയാതെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെള്ളം കൊടുത്തു തുടങ്ങി. കിന്തി ഇസ് ഗർമി മേം ബി ഇസ് പർ കോയി ഫൂൽ നെഹി ഗില. പക്ഷേ എന്നാലും ഈ ഒരു വേനലിലും അതിൽ പൂക്കളുണ്ടായില്ല. ഇസ് പർ മേം ബഹൂത്ത് ഉദാസ് ദി. ഉദാസ് എന്ന് പറയുമ്പോൾ ദുഃഖം, അതിലെനിക്ക് ഒരുപാട് വിഷമമുണ്ട്, ദുഃഖമുണ്ട്. മേനെ സോച്ച മാം ഇസ്കോ സറൂർ കട്ടുവാ ദേങ്കി. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്താണ് ചിന്തിച്ചേ, അവിടെ എന്തായാലും ആ മരം അമ്മ ഇപ്പോൾ വെട്ടും. एक दिन माम ने माली से कहा इस गुलमोहर को कट दो और इसकी जहक पर दूसरे गुलमोहर लगा हो. അപ്പോൾ ഒരു ദിവസം അമ്മ തോട്ടക്കാരനെ, മാലി എന്ന് പറയുമ്പോൾ തോട്ടക്കാരനെ വിളിച്ചു പറഞ്ഞു, ഈ ഗുൽമോഹർ വെട്ടിയിട്ട് ഇതിൻ്റെ സ്ഥാനത്ത്, ജഹക് എന്ന് പറഞ്ഞ ഈ സ്ഥാനത്ത് വേറൊരു ഗുൽമോഹർ വെക്കാൻ പറഞ്ഞു. ഇനി അതിന് താഴെ വരുന്ന ക്വസ്റ്റ്യൻ നോക്കാം. മീന ചുപ്കെ സെ ഗുൽമോഹർ കോ കുച്ച് ഓർ പാനി ദേ ആത്തി വഹ് ഐസ ക്യോം കർത്തി ഹേ. ആരോടും പറയാതെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെള്ളം കൊടുത്തു. അവൾ അത് എന്തിനാണ് ചെയ്തത്, എന്തുകൊണ്ടാണ് ചെയ്തത്? मीना जानती थी कि इस गर्मी में भी इस पर कोई फूल नहीं मिलता तो മാം ഇസ്ക ജറൂർ കട്ടുവാ ദേങ്കി. മീനയ്ക്ക് അറിയാം, ജാൻതി എന്ന് പറയുമ്പോൾ മനസ്സിലാവുക അല്ലെങ്കിൽ അറിയുക, എന്താണ്, ഈ വേനൽക്കാലത്ത് അതുമ്പോൾ പൂക്കളൊന്നും ഉണ്ടായില്ലെങ്കിൽ അമ്മ തീർച്ചയായും അത് മുറിക്കും എന്നറിയാം. തോ മീനാനെ ഐസ കിയ. അതുകൊണ്ടാണ് മീന അങ്ങനെ ചെയ്തത്. മേം സാരേ ദിൻ ബഹൂത്ത് ഉദാസ് രഹി. മേം സാരേ ദിൻ എന്ന് പറയുമ്പോൾ മുഴുവൻ ദിവസവും ഭയങ്കര വിഷമത്തോടു കൂടി ഇരുന്നു. കൽ തോ മേരെ പ്യാരാ പേട് ഹോങ്കി ഹി നഹി. നാളെ എൻ്റെ ഈ പ്രിയപ്പെട്ട മരം ഉണ്ടാവില്ല. ദൂസരേ ദിൻ ശുബഹ് മാം മുജെ ജഗ്തേ ഹുയേ ബോലി. അപ്പോൾ പിറ്റേ ദിവസം, രണ്ടാമത്തെ ദിവസം ശുബഹ് രാവിലെ അമ്മ ജഗ്തേ ഉണർത്തി. എന്നിട്ട് പറഞ്ഞു, ബോലി പറഞ്ഞു, മീന ഉട്ടോ തുംഹേ കുച്ച് ദിക്കായി സറു ഗുൽമോഹർ കോ ദേക്കോ. വേഗം ഉട്ടോ പറഞ്ഞ് വേഗം എഴുന്നേൽക്കുക, എന്നിട്ട് വന്നിട്ട് ഗുൽമോഹറിനെ നോക്കാൻ പറഞ്ഞു. കഹാം ക്യാ മേം ആങ്കെ മൽത്തെ ഹുയെ ദിക്നെ ലിഖ. അപ്പോൾ കണ്ണുകൾ തിരുമ്മിയിട്ട് എന്താ എവിടെയാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ധ്യാൻ സെ ദേക്കെ ഗുൽമോഹർ കി പത്തേം കി ബീജ്. അപ്പോൾ അമ്മ പറയാണ്, ശ്രദ്ധിച്ച് നോക്ക്. ധ്യാൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച്, ദേക്ക നോക്കൂ, ഗുൽമോഹറിൻ്റെ ഇടയിലെ ഇലകൾക്കിടയിൽ നോക്കാൻ പറഞ്ഞു. ബീച്ച് എന്ന് പറഞ്ഞാൽ ഇടയിൽ, പത്തേം ഇല, അപ്പോൾ ഇലകൾക്കിടയിൽ നോക്കാൻ പറഞ്ഞു. ഫൂൽ ഗുൽമോഹർ പർ ഫൂൽ ആയി ഹേ. അപ്പോൾ പൂവ്, ഗുൽമോഹറിൻ്റെ പൂക്കൾ വന്നു. മേം ഖുഷി സെ നാച്ചിനെ ലഗി. സന്തോഷത്തോട് കൂടിയിട്ട് അവൾ നോക്കി. ദേക്കി മാം മേം കഹിത്തി ദീന ഇസ് ഗർമി മേം മേരെ ഗുൽമോഹർ പർ ഫൂൽ ആയെങ്കിൽ. അപ്പോൾ അമ്മ നോക്കൂ, അമ്മോട് ഞാൻ പറഞ്ഞില്ലേ ഈ സമ്മറിന്, ഈ വേനൽക്കാലത്ത് അതിന് പൂക്കൾ ഉണ്ടാവുന്നു. മേം ബോലി പഹലി ബാർ ആയി 5 ചഹ് ലാൽ ഫൂൽ ഹരേ ഹരേ പത്തേ മേം ചാങ്ക് രഹേ ഹേ. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം എന്ത് ചെയ്തു, 5ഓ 6ഓ പൂക്കൾ അതൊന്ന് ഇലകൾക്കിടയിൽ കണ്ടു. ജാങ്ക് എന്ന് പറഞ്ഞാൽ എത്തി നോക്കി. കിത്തനെ സുന്ദർ ലഗ് രഹേ ഹേ. എത്ര മനോഹരമാണ്. മേം ബാക്കർ നീച്ചെ ബഗീജെ മേം ഗയി ഓർ ഗുൽമോഹർ കെ പേട് കെ ലിപ്പട്ട് ഗയി. അപ്പോൾ ഓടിക്കൊണ്ടിട്ട് അതിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അതിനെ കെട്ടിപ്പിടിച്ചു. കിത്തനെ അച്ചി ബാത്ത് ഹുയി ഇസ് ബേച്ചാരെ പർ ഫൂൽ ആ ഗയി നിർമ്മൽ ബോലി. എത്ര സുന്ദരമായിട്ടുള്ള കാര്യമാണ് ഈ ഒരു ചെടിയുമേ പൂക്കൾ വന്നതെന്ന് പറയാം. ഇസ് ഗുൽമോഹർ കോ കാട്ട് ദോ ആവുർ ഇസ്കി ജഹക് പർ ദൂസരെ ഗുൽമോഹർ ലഗാവോ മാം കെ ഇസ് മനോഭാവ് പർ ചർച്ച് കരോ. അപ്പോൾ അമ്മ പറഞ്ഞു, ആ ഒരു മരം വെട്ടിയിട്ട് വേറൊരു ഗുൽമോഹർ അവിടെ വെച്ച് പിടിപ്പിക്കാൻ പറഞ്ഞു. എന്താണ് അമ്മയുടെ ഈ മനോഭാവത്തിൻ്റെ കാരണം? പൗധ ലഗ്വാത്തെ 4 വർഷ ബീത് ജാനെ പർ
ബി ഇസ് പർ കോയി ഫൂൽ നെഹി ഗില. 4 വർഷമായി ആ തൈ നട്ടിട്ടെങ്കിലും അവിടെ ഒരു പൂക്കൾ പോലും അതും ഉണ്ടായില്ല. ഫൂൽ കി ലിയെ യഹ് പൗധ ലഗ്വായി. പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ആ തൈ അവിടെ നട്ടത്. ഫൂൽ നെഹി ഗിൽത്തെ തോ ഫിർ ഇസെ പാനി ദേക്കർ പാൽനെ കി സരൂർത്ത് നെഹീം. പൂക്കൾ ഉണ്ടായില്ലെങ്കിൽ നമ്മൾ അതിന് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം വെറുതെ ആവില്ലെന്ന് അമ്മയ്ക്ക് തോന്നി. അതുകൊണ്ടാണ് അമ്മ അങ്ങനെ ചിന്തിച്ചത്. ഹും മീന ബോലി. ഫിർ മാം ബി ബഗീജെ മേം ആ ഗയി. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു മീന. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? അമ്മ പൂന്തോട്ടത്തിലേക്ക് വന്നു. മേനെ മാം സെ കഹ. അമ്മോട് മീന പറഞ്ഞു, മാം മേം അപ്നെ ഗുൽമോഹർ കി 5വാം വർഷാഗൻ മനാവുങ്കി. അമ്മ എനിക്ക് ഈ ഗുൽമോഹറിൻ്റെ 5ാം പിറന്നാൾ ആഘോഷിക്കണമെന്ന് പറഞ്ഞു. മേം അപ്നി സഹലിയോം കോ ദാവത്ത് ദൂങ്കി. അപ്പം ഞാൻ എൻ്റെ സഹേലിയും എൻ്റെ കൂട്ടുകാരെയും കൂടി വിളിക്കുന്നുണ്ട്. അവർക്ക് ഒരു സദ്യ കൊടുക്കുന്നുണ്ട്. ദാവത്ത് സദ്യ കൊടുക്കുന്നുണ്ട്. മാം നെ ഖുഷ് ഹോക്കർ കഹ. അമ്മ സന്തോഷത്തോട് പറഞ്ഞു, സരൂർ യഹി ഗുൽമോഹർ കി ചായ മേം ദാവത്ത് കറോ. തീർച്ചയായും നീ ഗുൽമോഹറിൻ്റെ ചായ തണലിൽ സദ്യ കൊടുത്തോളൂ. അപ്നി സബ് സഹലിയും കോ ബുലാവൂ. നിൻ്റെ എല്ലാ കൂട്ടുകാരെയും വിളിച്ചോളൂ. मीना जब कहानी सुना चुकी तो उसने गुलमोहर की तरफ देखा. उसको ऐसा लगा जैसे गुलमोहर भी अपनी कहानी सुनता सुनता मुस्कुरा रहा था. അപ്പം മീന ഈ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഗുൽമോഹറെ നോക്കിയപ്പോൾ ഗുൽമോഹർ അവിടെ ചിരിച്ചു നിൽക്കണ പോലെ മീനയ്ക്ക് തോന്നി ഈ കഥയൊക്കെ കേട്ടിട്ട്. ജൈസെ ഗുൽമോഹർ ബി അപ്നി കഹാനി സുൻതാ സുൻതാ മുസ്കറ രഹാദ ഗുൽമോഹർ കെ വിചാർ ക്യാ ക്യാ ഹോങ്ക. അപ്പോൾ ആ ബോക്സിലുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇങ്ങനെ ഇതൊക്കെ കേട്ട് ഗുൽമോഹർ ചിരിച്ചു നിൽക്കുകയാണെങ്കിൽ ആ സമയത്ത് ഗുൽമോഹർ ചിന്തിച്ചിട്ടുണ്ടാവുക എന്തായിരിക്കും? ആൻസർ നോക്കാം. മീന മുझसे बहुत प्यार करता है. മീന എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇസ് ഗർമി മേ ബി മുझ पर फूल नहीं आते तो अब यह कहानी सुनाने यहाँ होंगी है नहीं. ഇപ്പോൾ ഈ വേനൽക്കാലത്ത് എൻ്റെ മരത്തിൽ പൂക്കളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഈ കഥ കേൾക്കാൻ ഞാൻ ഉണ്ടാവില്ല. അതായിരുന്നു ആ സമയത്തെ ചിന്ത. ഇനി നമുക്കതിൽ ആക്ടിവിറ്റീസിലേക്ക് പോവാം. വാക്യ ചുൻകർ ലിഖോ. വാക്യം തിരഞ്ഞെടുത്ത് എഴുതാം. मैं तुम्हें सारी कहानी बता दूंगी. अच्छा जरूर आऊंगी. ആദ്യത്തെ ലൈനിൽ പറയുന്നത് ഞാൻ നിനക്ക് മുഴുവൻ കഥയും പറഞ്ഞു തരാം. രണ്ടാമത്തേൽ തീർച്ചയായും വരാം. അപ്പോൾ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. രേഖാങ്കിത് അംശ് പർ ധ്യാൻ ദേ പാഠഭാഗ് സെ ഐസേ വാക്യ ചുൻകർ ലിഖോ. അപ്പോൾ ഈ വാക്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് പാഠഭാഗത്ത് നിന്ന് ഇതുപോലെ വരുന്ന വാക്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു 4 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ പാഠഭാഗത്ത് നിന്ന് വരുന്ന പോർഷൻസ് ആണ് കേട്ടോ. ഇസ് പേഡ് പർ ഏക് ന ഏക് ദിൻ സരൂർ ഫൂൽ ആയെങ്കേ. ഒരു ദിവസം ഈ മരത്തിൽ പൂക്കൾ ഉണ്ടാവും. അപ്പോൾ അത് വരാൻ പോണ ഒരു കാര്യമല്ലേ. ഇനി മേം നെ സോച്ച മാം ഇസ്കെ സരൂർ കട്ടുവാ ദേങ്കി. ഞാൻ ആലോചിച്ചു ഇങ്ങനെ പോയ അമ്മ എന്തായാലും അത് മുറിക്കും. ഇസ് ഗർമി മേം മേരെ ഗുൽമോഹർ പർ ഫൂൾ ആയെങ്കേ. ഈ വേനൽക്കാലത്ത് എന്തായാലും എൻ്റെ ഗുൽമോഹർമേ പൂക്കൾ ഉണ്ടാവും. ഇതൊക്കെ വരാൻ പോകുന്ന കാര്യങ്ങളാണ്. മാം മേം അപ്നെ ഗുൽമോഹർ കി 5വാം വർഷാഗൻ മനാവുങ്കി. അമ്മേ ഞാൻ 5ാമത്തെ പിറന്നാൾ ഗുൽമോഹറിൻ്റെ ആഘോഷിക്കും. അതും വരാൻ പോകുന്നതാണ്. ഈ വരാൻ പോകുന്ന കാലത്തെ പറയുന്നതാണ് ഭവിഷ്യത് കാൽ, ഫ്യൂച്ചർ ടെൻസ്. ഓക്കെ. വാക്യവും പർ ധ്യാൻ ദേം. വാക്യങ്ങളെ ശ്രദ്ധിക്കൂ. ധ്യാൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കൂ. പേട് ലഗ്നെ കെ കുച്ച് സമയ ബാദ് ഏക് മേം സെ പീലെ രംഗ് കെ ഫൂൽ നിക്കൽ ആയേ. ഈ പേട് ഈ മരം നട്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൽ മഞ്ഞപ്പൂക്കൾ വന്നു. മഞ്ഞ കളറിലുള്ള പൂക്കൾ വന്നു. മാം നെ മാലി സെ കഹാ കി ഇസ്കി ജഹക് പർ ദൂസര ഗുൽമോഹർ ലഗാഹോ. അമ്മ തോട്ടക്കാരനോട് പറഞ്ഞു അതിൻ്റെ പകരം വേറൊരു ഗുൽമോഹർ നടണമെന്ന് പറഞ്ഞു. ഗർ തയ്യാർ ഹോ ജാനെ കെ ബാദ് മാം നെ ബഗീജ ലഗ്വായോ. അപ്പോൾ ഈ വീട് തയ്യാറായതിനു ശേഷം പൂർത്തിയായതിനു ശേഷം അമ്മ അവിടെ പൂന്തോട്ടം നിർമ്മിച്ചു. ഓക്കെ. അല്ലെങ്കിൽ അവിടെ പൂന്തോട്ടത്തിൽ പൂക്കൾ നട്ടു. അപ്പോൾ ഇതെല്ലാം ലഗ്നെ നടുക അല്ലെങ്കിൽ വെക്കുക എന്നുള്ള അർത്ഥത്തിൻ്റെ 3 ഫോംസാണ് നമ്മളവിടെ കാണുന്നത്. ലഗ്നെ, ലഗാവോ, ലഗ്വായ. ഇതുപോലെ രേഖാങ്കിത് അംശ് പർ ധ്യാൻ ദേം പാഠഭാഗ് സെ ഐസേ വാക്യ ചോട്ട്കർ ലിഖോ. അപ്പോൾ ഇത് വായിച്ചതിന് ശേഷം പാഠഭാഗത്ത് നിന്ന് ഇതുപോലെയുള്ള വാക്കുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു 2 എക്സാമ്പിളൊക്കെ തരാം. ബാക്കി നിങ്ങളൊന്ന് ട്രൈ ചെയ്തോളൂ. കാട്ടന കട്ടുവാന, മുറിക്കുക മുറിപ്പിക്കുക. ലഗ്ന ലഗ്വാന, നടുക നടിയിപ്പിക്കുക. ഇനിയൊരു ടേബിൾ തന്നിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ലാൽ ലാൽ ചുവന്നത് ഫൂൽ പൂക്കളല്ലേ. പത്തേ ഇലകളുടെ കളർ ഹരേ ഹരേ പച്ചയാണ്. ചായ തണൽ എങ്ങനെയാണ്? ടണ്ടി ടണ്ടി തണുത്ത തണലാണ്. പടേം ലിഖി നിർമ്മൽ ചൂസ്ത് ലഡ്കി ഹേ വഹ് സുന്ദർ ഓർ ഹോഷിയാർ ഹേ ചഞ്ചൽ ഓർ ചതുർ ബി ഹേ രാമു മാലി ഹേ മോട്ടാ ആദ്മി ഹേ വഹ് സുസ്ത് ഹേ ലേക്കിൻ ഏമന്ദാർ ഹേ. ഇതിലെ നിർമ്മലിന് പറയുന്ന വിശേഷണങ്ങൾ ഏതൊക്കെയാണ്? ആ വാക്കുകൾ ഒരു ബോക്സിൽ എഴുതുക. അടുത്ത് രാമുവിനെ പറയുന്നത് ഏതാണ്? അതൊരു ബോക്സിൽ എഴുതുക.
ഇവിടെ ഞാൻ റെഡ് കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നിർമ്മലിൻ്റെ വിശേഷണമാണ്. ചൂസ്ത്, സുന്ദർ, ഹോഷിയാർ, ചഞ്ചൽ, ചതുർ. ഇനി അടുത്തത് രാമുവിൻ്റെയാണ്. മോട്ട, സുസ്ത്, ഈമാൻദാർ. ഇനി ഇതുപോലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് ഉണ്ടാവുന്നതാണ്. അനുവാദ് കറോം. मीना जब कहानी सुना चुकी तो उसने गुलमोहर की तरफ देखा. उसको ऐसा लगा जैसे गुलमोहर भी अपनी कहानी സുൻത സുൻത മുസ്കറ രഹാദ. ഈ വാക്യം നിങ്ങൾ മലയാളത്തിലേക്ക് എഴുതണം. അപ്പം ഇത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കഥ പൂർത്തിയാക്കി കഴിഞ്ഞ് മീന വാഗമരത്തിനെ നോക്കി. വാഗമരവും തൻ്റെ കഥ കേട്ട് പുഞ്ചിരിക്കുകയാണെന്ന് അവൾക്ക് തോന്നി. ഈ ഭാഗം ടെക്സ്റ്റിലുണ്ട് കേട്ടോ. ബിന്ദുവും കി സഹായത സെ ലഘു ലേഖ് ലിഖോം. തന്നിട്ടുള്ള പോയിന്റ്സ് വെച്ചിട്ട് നിങ്ങളോട് ഒരു ലഘു കുറിപ്പ് ലേഖനം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പേടോം സെ ലാഭ്, മരത്തിൻ്റെ ലാഭം. പേടോം കി കട്ടായി ക്യോം, മരം മുറിക്കുന്നത് എന്തുകൊണ്ട്. പേടോം കി സംരക്ഷൺ കി ആവശ്യകത, മരങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യം. ലേഖനം നോക്കാം. ലേഖനത്തിന് ഫസ്റ്റ് വേണ്ടത് ഒരു ഹെഡിങ് ആണ്. പേഡ് പ്രകൃതി കി ദേൻ ഹേ, മരം പ്രകൃതിയിലെ സമ്മാനമാണ്. പേഡ് പ്രകൃതി കി ദേൻ ഹേ. വേ സാംസ് ലേനെ കെ ലിയെ ഓക്സിജൻ ദേത്ത ഹേ, നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ തരുന്നു. പേഡ് വാതാവരൺ മേം പ്രദൂഷൺ കോ കം കർത്ത ഹേ, അന്തരീക്ഷത്തിലുള്ള പൊല്യൂഷൻ മലിനീകരണം കുറയ്ക്കുന്നു. പേഡ് കൈ പക്ഷിയോം ഓർ ചോട്ടെ ജീവോം ക ഗർ ഹേ, ഒരുപാട് പക്ഷികളുടെയും, കൈ എന്ന് പറയുമ്പോൾ ഒരുപാട് പക്ഷികളുടെയും ജീവജാലങ്ങളുടെയും വീടാണ്. പേഡ് ഹമേം പ്രളയ് കോ കം കർനെ കെ മദദ് കർത്ത ഹേ, നമ്മുടെ ഇവിടുത്തെ പ്രളയത്തെ കുറയ്ക്കാൻ, കം കർനെ കുറയ്ക്കാൻ, മദദ് ഹെൽപ്പ് ചെയ്യുന്നു. ബാരിഷ് കാ കാരൺ ഹേ, അപ്പോൾ മരങ്ങൾ മഴയുണ്ടാവാനുള്ള കാരണം കൂടിയാണ്. ആജ് ഘർ ബനാനെ ഓർ ഫർണിച്ചർ ബനാനെ കെ ലിയെ പേഡ് കട്ട് രഹേ ഹേ, വീട് നിർമ്മിക്കാനും ഫർണിച്ചേഴ്സ് ഉണ്ടാക്കണം മരങ്ങൾ മുറിക്കുന്നു. ഇസസെ പ്രദൂഷൺ ബഡ്ത്ത ഹേ, അതുകൊണ്ട് പൊല്യൂഷൻ മലിനീകരണം ഒരുപാടാകുന്നു. ഇസ്ലിയെ പേടും കമത് കാട്ടെ ഹമാരി പ്രകൃതി ഓർ ജീവൻ കി ബച്ചാവോ, അതുകൊണ്ട് മരങ്ങളെ മുറിക്കാതിരിക്കുക, നമ്മുടെ ജീവനും പ്രകൃതിയും സംരക്ഷിക്കുക. പത്ര തയ്യാർ കരോ. മീന കി സഹേലിയോം ജന്മദിൻ മനാനെ ആയി दी, लेकिन अपर्णा नहीं आ सकी. जन्मदिन समारोह का विवरण देते हुए निर्मल ने अपर्णा को പത്ര ലിഖും. പത്ര കൽപ്പന കറക്കി ലിഖും. അപ്പോൾ അപർണ എന്ന് പറഞ്ഞ കൂട്ടുകാരിക്ക് ഈ ജന്മദിന ആഘോഷത്തിന് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിർമ്മൽ ഇതൊക്കെ വിശദീകരിച്ച് ഒരു കത്തയക്കുകയാണ്. കത്തിൻ്റെ ഫസ്റ്റ് തന്നെ നമ്മൾ അഡ്രസ്സ് കൊടുക്കുകയാണ്. നിർമ്മൽ നിവാസ്, ദില്ലി, 7 മെയ് 2014. അപ്പോൾ ദില്ലിയിൽ നിന്നാണ് അയക്കണത്. ഇനി തുടങ്ങണത് എങ്ങനെയാണ്? പ്രിയ അപർണ, സ്റ്റാർട്ടിങ് നമ്മൾ അഭിസംബോധന ചെയ്തു. നമസ്തേ, ക്യാ ഹാൽ ഹേ, ഹൗ ആർ യു, ക്യാ ആപ് ടീക് ഹേ, ആർ യു ഫൈൻ, സുഖമാണോ എന്ന് ചോദിച്ചു. ആപ് ജാൻതേ ഹേ കി കൽ ഗുൽമോഹർ കെ 5വാം ജന്മദിൻ ഹേ, നിനക്കറിയാലോ ഇന്നലെ ഗുൽമോഹറിൻ്റെ പിറന്നാളായിരുന്നു എന്ന്. ഹം ഷാം 4 ബജെ വഹാം പഹുഞ്ചേ, വൈകുന്നേരം 4 മണിയാകുമ്പോൾ ഞങ്ങൾ അവിടെ എത്തി. ഹമേം ബഗീജെ മേ മീന ക ഗുൽമോഹർ ദിക്കായി ദേത്ത ഹേ, ഞങ്ങൾ അവിടെ ചെന്നിട്ട് മീനയുടെ ഗുൽമോഹറിനെ കണ്ടു. ജിസ്മേം ഹരേ പത്തേം കി ബീച്ച് സുന്ദർ ലാൽ, അവിടെ എന്താണ്, പച്ചിലകൾക്കുള്ളിൽ ചുവന്ന മനോഹരമായ പൂക്കളെ കണ്ടു. വഹ് അപ്നി ഗുൽമോഹർ കഹാനി കെ ബാരെ മേം ബത്താത്തി ഹി, അപ്പോൾ ഗുൽമോഹറിൻ്റെ കഥയെല്ലാം മീന പറഞ്ഞു തന്നു. ഉസ്കെ ബാദ് ഉസ്കി മാം ആയി ഓർ ഹം ലോഗ് ഗുൽമോഹർ കി ചായ മേം ദാവത് കാത്ത ഹേ, അതിനുശേഷം മീനയുടെ അമ്മ വന്നു. ഞങ്ങൾ ആ തണലിലിരുന്നിട്ട്, ആ ഗുൽമോഹറിൻ്റെ തണലിലിരുന്നിട്ട് ദാവത്ത് സദ്യ കഴിച്ചു. ഹം വാസ്തവ് മേം അബ്കു യാദ് കർത്ത ഹേ, വാസ്തവത്തിൽ ഞങ്ങൾ നിന്നെ ഒരുപാട് മിസ് ചെയ്തു. തുമാരി നിർമ്മൽ. ഇത് ജസ്റ്റ് ഒരു ഫോർമാറ്റാണ് പറഞ്ഞു തന്നെ. ഇതിൽ നിങ്ങൾക്ക് ഇനിയും ലൈൻസ് ആഡ് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ ഇന്ന് എടുത്തതിൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻസ് ആയിട്ട് ചോദിക്കുക കേട്ടോ. അതുപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. താങ്ക്